നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം. എനിക്ക് ഇത് എന്താണ് പറയുക, ഇൻട്രൊഡക്ഷൻ ആവട്ടെ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 806, 806. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമ. അപ്പോൾ ഞാൻ എന്താ ആവശ്യത്തിലധികം ചിരിക്കുക അല്ലെങ്കിൽ സന്തോഷിക്കുക. ഇപ്പോൾ എനിക്ക് സങ്കടമായിട്ട് വരിക. കാരണം എന്താ, ഈ ശ്രീകൃഷ്ണ കഥാമൃതം ഇന്ന് 64-ാം സർഗം പറയും. അപ്പോൾ 1128 പേജ് ഞാൻ സഞ്ചരിച്ചു, നിങ്ങളെയും കൂട്ടി. ഇനി അതിലെ ഒരു 30-32 പേജേ ഉള്ളൂ. എല്ലാം കൂടി ഒരു 20, അതെ, ഒരു 20 ഭാഗം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തോ ആവട്ടെ. അപ്പോൾ ഇന്ന് നമ്മൾ 64-ാം സർഗം ഭഗവാന്റെ ഉപാസനാകാന്ഡത്തിലെ ക്രിയായോഗം ഭാഗം 2 പറയണം. അപ്പോൾ ക്രിയായോഗം ഭാഗം 1 അവസാനത്തെ ശ്ലോകം 41-ാമത്തെ നമ്പർ. അതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത്. എന്തായിരുന്നു അത്? സമർച്ചകളിൽ എണ്ണയാടിയും അലിഞ്ഞു പഞ്ചാമൃതാഭിഷേകം അതുമട്ടഴും വിഭവപൂർണ്ണ പൂജാദികൾ നടത്തിയിടുക നിത്യവും കഴിവതെന്നു കാണായിൽ ഉത്സവാവസരമെങ്കിലും ധനികൻ ആയതേ ലാഭമാം. ധനികനെ സംബന്ധിച്ചിടത്തോളം ഉത്സവാദികൾക്ക് ചിലവാക്കുന്ന കാശ് അല്ലെങ്കിൽ ധനം വളരെ വിശേഷമാണ്. കാരണം ഒരാൾ എക്സ്പെൻസ് വഹിക്കുമ്പോൾ എത്രയോ നിർധനന്മാർ അതിൽ പങ്കുകൊള്ളുകയാണ്, അല്ലേ? ആ നന്നായി എന്ന് എത്ര നിർധനന്മാർ പറയണോ അത്രയും ധനികന് ബ്ലെസ്സിങ് ആയിട്ട് വരികയാണ്. ഈ ആചാര്യന്മാർ എങ്ങനെ വാഗ്മികളായി തീരുന്നത്? നന്നായിട്ട് സംസാരിച്ച മറ്റുള്ളവർക്ക് നമ്മളിൽ ഒരു സഹതാപം, നല്ല സഹതാപം, അതാണ്, ചീത്തയല്ല, നമ്മളെ മോശം വഴിക്കല്ല, നല്ല വഴിക്കുണ്ടാവുന്ന ആ വേവ് ലെങ്ത് മാച്ചിങ് എന്ന് പറയും. അതാണ് നമുക്ക് ബ്ലെസ്സിങ് ആയിട്ട് വരിക. മനസ്സിലായില്ലേ? അപ്പോൾ 1-ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. അഗ്നിയിൽ പൂജനം ചെയ്യും ക്രമവും ചെറ്റു ചൊല്ലിടാം. ഹോമങ്ങൾ എങ്ങനെ ചെയ്യാം എന്ന് പറയണു. അഗ്നിയിൽ പൂജനം ചെയ്യും ക്രമവും ചെറ്റു ചൊല്ലിടാം. വിധിപ്രകാരം നിർമ്മിച്ച ഹോമകുണ്ടത്തിൽ അർച്ചകൻ കുത്തിത്തളിച്ചു തീയിട്ടു വീശിക്കത്തി തുടങ്ങുകിൽ. കുത്തിത്തളിച്ച് എന്ന് പറയുന്നത് ചാണകം കൊണ്ട് ചാണകവെള്ളമൊക്കെ തളിച്ച് തുടച്ച് മെഴുകുക എന്നൊക്കെ പറയും. അതൊക്കെ ചെയ്ത് തീയിട്ട് വീശി കത്തി തുടങ്ങുകിൽ വ്ളാഗി പരിസ്തരിച്ച അന്വാധാനം ചെയ്തു യഥാവിധി. വ്ളാഗി പരിസ്തരിച്ച അംബാധാനം. അതായത് ഈ ഹോമകുണ്ടത്തെ ഉപസ്കരിക്കാമെന്നും പറയും. എന്ന് പറഞ്ഞാൽ 4 ഭാഗത്ത് 4 ദർഭപ്പുല്ലൊക്കെ ഇട്ടിട്ട് പ്രാർത്ഥിക്കും, ഇത് നന്നായിട്ട് നടത്തി തരണേ, വെള്ളം കൊണ്ടും പൂക്കളെ കൊണ്ടും ഒക്കെ ആരാധിക്കും. അപ്പോൾ വ്ളാഗി പരിസ്തരിച്ച അംബാധാനം ചെയ്തു യഥാവിധി. വടക്കുഭാഗം വെക്കേണം ഹോമദ്രവ്യം ശ്രുവാദിയും. വടക്ക് ഭാഗം അവനവൻ്റെ റൈറ്റ് സൈഡ് ആണ് വടക്ക് ഭാഗം. ലെഫ്റ്റ് സൈഡാണ് തെക്ക് ഭാഗം എന്ന് പറയാം. മനസ്സിലായോ? അപ്പോൾ വടക്കു ഭാഗം വെക്കേണം ഹോമദ്രവ്യം ശ്രുവാദിയും. ശ്രുവവും മറ്റൊക്കെ വടക്കു ഭാഗത്ത് വെക്കണം. എന്നിട്ടോ പ്രോക്ഷണീയ സലിലം കൊണ്ടു തളിച്ച് അവയിൽ അഗ്നിയിൽ. പ്രോക്ഷണീയ സലിലം
അതായത് മന്ത്രസിദ്ധി വരുത്തി പുണ്യാഹ ആയിട്ട് വെച്ചിട്ടുള്ള കിണ്ടിയിലത്തെ ജലം കൊണ്ട് തളിച്ച് അവയിൽ അഗ്നിയിൽ എന്നെ ധ്യാനിച്ചു കൊള്ളണം. ഭഗവാനെ ധ്യാനിക്കണം ആ അഗ്നിയിൽ. തനിത്തങ്ക നിറം പൂണ്ടു തിളങ്ങി വിലസുന്നതായി പത്തരം മാറ്റ് തങ്കം പോലെ കത്തിക്കൊണ്ടിരിക്കുന്നത് അഗ്നി. ശംഖചക്രഗതാ പത്മവിഭൂഷിത ചതുർഭുജം. എന്താ കാണേണ്ടത് ഈ അഗ്നിയിൽ? ശംഖചക്രഗതാ പത്മവിഭൂഷിത ചതുർഭുജം കിരീടഹാര കടകം കടിസൂത്രാംഗദോജ്വലം. ആ കേശാദിപാദം പാദാദികേശമൊക്കെ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ശ്രീവത്സകസ്തുഭയുധം വനമാലാ വിരാജിതം പ്രശാന്തസുഭഗം പീതാംബരം സ്മിതമനോഹരം. നല്ല പുഞ്ചിരിയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് ഭഗവാൻ. ഈ വണ്ണം എന്നെ ധ്യാനിച്ച് ഭക്തിപൂർവം ഭക്തിപൂർവകം അർച്ചകൻ പൂജിക്കുന്നവൻ ഹോമിച്ചു കൊള്ളണം നെയ്യിൽ മുക്കി ചമത വന്നിയിൽ. ചമതയുടെ കഷ്ണങ്ങൾ ഒരു നീളത്തിൽ ചമത മരം, ഈ പ്ലാഷിൻ്റെ കൊമ്പ് വെട്ടി അത് ഒരു ഭാഗമോ 2 ഭാഗമോ അല്ലെങ്കിൽ ഒരു ഭാഗമെങ്കിലും നെയ്യിൽ മുക്കിയിട്ട് വേണം ഹോമിക്കാൻ. ഈ വണ്ണം എന്നെ ധ്യാനിച്ചു ഭക്തിപൂർവകം അർച്ചകൻ ഹോമിച്ചു കൊള്ളണം നെയ്യിൽ മുക്കി ചമദാസ് വന്നിയിൽ. പിന്നീട് അകാരങ്ങൾ ആജഭാഗങ്ങളവയേകണം പ്രജാപതിക്കും ഇന്ദ്രനും അഗ്നിക്കും. അങ്ങനെ സോമനും സൂര്യചന്ദ്രന്മാർക്കും പ്രജാപതിക്കും ഇന്ദ്രനൊക്കെ സ്ഥാനം കൽപ്പിച്ച് തൂവണം. അതായത് ജലഗന്ധ പുഷ്പ നിവേദ്യങ്ങളൊക്കെ ചെയ്യണം. ഹോമിച്ചിടുവതാണ് അഘാരാജഭാഗം. അനന്തരം ഉപസ്തരിച്ചു വെച്ചുള്ള ഹവിസ്. ഉപസ്തരിച്ച് നാക്കലയിൽ ഒരു 2 വിരൽ വീതിയിൽ ഉപസ്തരിക്കുക. പിന്നെ നന്നായിട്ട് ചട്ടുകം കൊണ്ട് ക്രമമായിട്ട് പടച്ചോറ് പാകി അതിൽ കുറച്ച് ഒരു തുളസി കൊണ്ട് കുറച്ച് നെയ്യ് മുക്കിയിട്ട് അതിൽ വയ്ക്കണം. അതിനാണ് ഉപസ്കരിക്കുക എന്ന് പറയാം. അപ്പോൾ ഇടയ്ക്ക് അപ്പോൾ പറഞ്ഞു ഉപസ്തരിച്ചു വെച്ചുള്ള ഹവിസ് എള്ളു തുടർന്നവ. അതായത് അരി വേവിച്ചിട്ടുള്ളതും എള്ളും ചേർന്നവ വെച്ചുള്ള ഹവിസ് എള്ളു തുടർന്നവ. മൂലമന്ത്രം പൗരുഷമാം സൂക്തം ഇങ്ങനെ 2 പുരുഷ സൂക്തം കൊണ്ടാവാം, ഭാഗ്യസൂക്തം കൊണ്ട്, അങ്ങനെ പല സൂക്തങ്ങളുണ്ട്. അപ്പോൾ മൂലമന്ത്രം പൗരുഷമാം സൂക്തം ഇങ്ങനെ 2 ഇടയ്ക്കിടയ്ക്ക് ആഹൂതിയും ചെയ്തു കൊള്ളണം അർച്ചകൻ. ധർമാദിയജനം ശിഷ്ടകൃത്തും ചെയ്ത് യഥാവിധി അഗ്നിക്കും ഉള്ളിൽ മിന്നീടും എന്നെ ധ്യാനിച്ചെണീറ്റുടൻ. അപ്പോൾ ഈ ഹോമം കഴിയണവരെ അഗ്നിയിൽ സാക്ഷാൽ ശ്രീനാരായണൻ ഉണ്ട്, വസിക്കണു അഗ്നിയിൽ എന്ന് മനസ്സിരുത്തിക്കൊണ്ട് വേണം ഹോമാദികൾ ചെയ്യാൻ. അഗ്നിക്ക് ഉള്ളിൽ മിന്നീടും എന്നെ ധ്യാനിച്ചെണീറ്റുടൻ നമസ്കരിച്ച് വിനയ ശ്രദ്ധാഭക്തി സമേതനായി. അഹങ്കാരം ഒട്ടും ഉണ്ടാവില്ല, ഞാൻ കേമനാണ് എന്നുള്ള വിചാരം ഉണ്ടാവില്ല. ഞാൻ ഭഗവാന്റെ ദാസനാണ്, ഭഗവാൻ എൻ്റെ പ്രഭുവാണ് എന്നിങ്ങനെ ചിന്തിച്ചാൽ കഴിയുന്ന കാര്യമുള്ളൂ. അപ്പോൾ നമസ്കരിച്ച് വിനയ ശ്രദ്ധാഭക്തി സമേതനായി പാർഷദന്മാർക്ക് ബലിയും. ഭഗവാന്റെ കാവക്കാരൻ പാർഷദന്മാർക്ക് ബലിയും നൽകി നാഥൻ്റെ മുമ്പിലായി ഇരുന്ന് അഷ്ടാക്ഷരം മെല്ലെ ഓം നമോ നാരായണായ നിരന്തരം ജപിക്കുന്നേ ഇരുന്ന് അഷ്ടാക്ഷരം മെല്ലെ യഥാശക്തി ജപിച്ചുടൻ ദേവൻ്റെ കഴിഞ്ഞെന്നോർത്താചമിപ്പിച്ച് പൂജകൻ. ഭഗവാന് നമ്മൾ നിവേദ്യം സമർപ്പിച്ചു കുലുക്കുഴിയുക, ആചമനം ചെയ്യുക. അത് കഴിഞ്ഞാൽ കർപ്പൂരത്തോടു കൂടി പച്ചക്കർപ്പൂരമൊക്കെ ചേർത്തിട്ടുള്ള അടയ്ക്ക, നല്ല വെറ്റില നാരൊക്കെ കളഞ്ഞ് അതിൽ അടയ്ക്കൊക്കെ വെച്ചിട്ട് ഭഗവാന് നമ്മൾ ചവയ്ക്കാൻ കൊടുക്കുക. അതാണ്. അപ്പോൾ ദേവൻ്റെ ഊൺ കഴിഞ്ഞെന്ന് ഓർത്ത് ആചമിപ്പിച്ച് പൂജകൻ പ്രസാദശേഷം വിശ്വക്സേനു നൽകി വിനീതനായി. പ്രസാദശേഷം
ഭഗവാന് നിവേദ്യങ്ങൾ അതെ നിവേദിച്ചാൽ അത് പ്രസാദമായി. അപ്പോൾ പ്രസാദശേഷം വിശ്വക്സേനു നൽകി വിനീതനായി സൗരഭ്യപൂർണതാംബൂലാദികൾ അർപ്പിച്ചു. പിന്നെയും താമ്പൂല വാസന ചുണ്ണാമ്പ്, വാസനയുള്ള അടയ്ക്ക ഒക്കെ, നല്ല വാസനയുള്ള എന്താണ് പറയുക, വെറ്റിലൊക്കെ ഒക്കെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. സൗരഭ്യപൂർണതാംബൂലാദികൾ അർപ്പിച്ചു. പിന്നെയും പുഷ്പാഞ്ജലികൾ ചെയ്യണം. പുഷ്പം അർച്ചിക്കുക, ഓരോ മൂലമന്ത്രങ്ങൾ ജപിച്ചും കൊണ്ട്. അപ്പോൾ പുഷ്പാഞ്ജലികൾ ചെയ്യണം ഭക്തിപൂർവകം. എത്രയും മനോജ്ഞം എൻ പുണ്യകഥ കേൾപ്പിച്ചും കേട്ടുപാടിയും. അപ്പോൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കണു, അതോടുകൂടി ഞാൻ പറയുന്നത് കേട്ട് ആസ്വദിക്കുകയും ചെയ്യും. അതാണ് കേട്ട് പാടിയും ആനന്ദ നൃത്തമാർന്ന് ആയുഷ്കാലം അസംശുദ്ധമാം വിധം, അസംശുദ്ധം ശുദ്ധിയില്ലാണ്ട് വരില്ല എന്നർത്ഥം, വിധം ലോകവിഭ്രമം ഒട്ടാകെ അകന്ന് മഹീദാശയൻ. മഹി എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് ഹിതത്തെ ചെയ്യുന്നവൻ അർത്ഥം പറയണം. ലോകവിഭ്രമം ഒട്ടാകെ എന്ന് മഹിതാശയൻ ഭക്താപദം സമായി തന്നെ വിളങ്ങിയിടും അസംശയം. ഗ്യാരണ്ടി കൊടുക്കുകയാണ്. ഭക്താപദം സമായി തന്നെ വിളങ്ങിയിടും അസംശയം. മുഹൂർത്തം അതു നാൾ തോറും കാത്തു നിൽക്കണം അർച്ചകൻ. കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം. എന്തിന്? വ്യാസാദി മുനിവൈദ്യന്മാരുടെ പുണ്യസ്തവങ്ങളും ഭക്തോത്തമന്മാർ നിർമ്മിച്ച ഭാഷാ സങ്കീർത്തനങ്ങളും. ഏതൊക്കെയാണ് വായിക്കേണ്ടത്? വ്യാസാദി മുനിവൈദ്യന്മാരുടെ പുണ്യസ്തവങ്ങളും ഭക്തോത്തമന്മാർ നിർമ്മിച്ച ഭാഷാ സങ്കീർത്തനങ്ങളും ചൊല്ലി സ്തുതിച്ചും ഭഗവത് കടാക്ഷം കാത്തുകൊണ്ടവൻ സാഷ്ടാംഗം പ്രണമിക്കേണം എത്രയും ഭക്തിപൂർവകം. അതായത് ഈ പഠിച്ച് പണ്ഡിതനായി വിരക്തി വന്ന് വിനയാന്വിതനായിട്ട് ഭഗവാന്റെ ദാസനാണെന്നുള്ള രീതിയിൽ എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം. അതാണ് സാഷ്ടാംഗം പ്രണമിക്കണം എത്രയും ഭക്തിപൂർവകം. ശിരസ് എൻ കാൽക്കൽ മുട്ടിച്ച്, ഭഗവാന്റെ തിരുവാദപത്മങ്ങളിൽ ശിരസ് മുട്ടിക്കുക. എന്നിട്ടോ എൻ പാദങ്ങൾ പിടിച്ചും കൊണ്ട് ഉര ചെയ്യണം. ഈ വിധം ഭഗവാന്റെ കാലിങ്ങനെ പിടിച്ച് ഉര ചെയ്യണം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കണം. എങ്ങനെ? ജന്മമൃത്യുചരാവ്യാധി നിറഞ്ഞ ഭവസിന്ധുവിൽ കാമകോപാധി പല ഭീകര ജന്തുക്കളാർന്നതിൽ. ഭവസാഗരം ജന്മവും മൃത്യുചരാവ്യാധി നിറഞ്ഞ ഭവസിന്ധുവിൽ, ഭാവനകളാകുന്ന സമുദ്രം, കടലെന്നല്ല പറഞ്ഞത്, സമുദ്രം തന്നെയാണ് പറഞ്ഞത്. അതിൽ ജന്മമൃത്യു ജരാവ്യാധി നിറഞ്ഞ ഭവസിന്ധുവിൽ കാമകോപാധി പല ഭീകര ജന്തുക്കളാർന്ന് അതിൽ പെട്ട് ഉഴലുന്നവ ഒരു മിനിറ്റ്. കാമകോപാധി പല ഭീകര ജന്തുക്കളാർന്ന് അതിൽ പെട്ടുഴന്ന് വലഞ്ഞേൻ ഞാൻ അവിടുന്ന്. ഇനിയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ നോക്കണം എന്നാണ് പറഞ്ഞത്. എങ്ങനെ? അടിയൻ ചെയ്തു പോയുള്ളൊരപരാധങ്ങളൊക്കെയും, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവും, അതിനൊക്കെ അങ്ങ് പുറത്ത് മാപ്പ് തന്നിട്ട് എന്നെ അനുഗ്രഹിച്ച് അയക്കണം. അടിയൻ ചെയ്തു പോയുള്ളൊരപരാധങ്ങളൊക്കെയും അപാര കൃപയാൽ തന്നെ പുറത്തേടണം എൻ പ്രഭു. ഭഗവാനോട് ആർത്തനാദം മുഴക്കിക്കൊണ്ട് സംസാരിക്കണം, നിലവിളിക്കണം എന്നാണ് പറഞ്ഞത്. അപാര കൃപയാൽ തന്നെ പുറത്തിടണം എൻ പ്രഭോ. ഭക്തോത്തംസങ്ങൾ തൻ പിന്നിലെങ്ങാണ്ടൊരു അടിമ ആവിധം. ഒരടിമ ആവിധം ആരുടെ മുമ്പിലെന്നാണ് പറഞ്ഞത്? ഭക്തോത്തസങ്ങൾ തൻ പിന്നിലെങ്ങാണ്ടൊരു ഒരിടം. അടിമല്ല, ഒരിടം എന്നാണ്, സോറി. അതാണ് ഭക്തോത്തസങ്ങൾ തൻ പിന്നിലെങ്ങാണ്ടൊരിടം ആവിധം. ഈയുള്ളവന് ഏകേണം ഇന്ദീവര വിലോചന.
ഇന്ദീവര വിലോചന ഈ വണ്ണം ഭക്തി പൂണ്ട് എന്നോട് അപേക്ഷിച്ച് അമ്പോടർച്ചകൻ. എന്നോട് അങ്ങ് പൂജ ചെയ്യുന്നവൻ എന്ത് ചെയ്യണം? ഈ വണ്ണം ഭക്തി പൂണ്ട് എന്നോട് അപേക്ഷിച്ച് അമ്പോട് അർച്ചകൻ പ്രതിമാദികൾ അതേതും ഒരുപോലുത്തമങ്ങളാം സർവഭൂതാന്തരാത്മാവാം എന്നെ എങ്ങും ഒരേ വിധം. ഭഗവാന്റെ രൂപങ്ങൾ കൊത്തിയിട്ടുള്ള ശിലകളോ ഒക്കെ പലതും ഉണ്ടാവും. പക്ഷേ സർവഭൂതാന്തരാത്മാവാം എന്നെ എങ്ങും ഒരേ വിധം, എവിടെ നോക്കിയാലും ഭഗവാൻ ഉണ്ട് എന്നുള്ളൊരു ബോധം വന്നാൽ രക്ഷപ്പെട്ടു. അതാണ് ഭക്തിഭാവം അകക്കാമ്പിലുണ്ടാം ഭക്തനു കണ്ടിടാം. ഭക്തന് എന്നെ കാണാം എന്നാണ് ഭഗവാൻ പറഞ്ഞതേ. അവിടെയാണ് ഭക്തന് എന്നെ കാണാൻ പറ്റും. അപ്പോൾ ഭക്തിഭാവം അകക്കാമ്പിലുണ്ടാം ഭക്തനു കണ്ടിടാം പ്രഹ്ലാദനു മണിസ്തംഭത്തിങ്കൽ എന്നതുപോലെ. പ്രഹ്ലാദന് ഒരു തൂണിൽ കണ്ട പോലെ നമുക്കും കാണാൻ പറ്റുന്നതാണ് പറഞ്ഞത്. ഈ വണ്ണം വേദതന്ത്രോക്ത ക്രിയായോഗങ്ങൾ മാർഗമായി പൂജിപ്പവന് ഞാനേകും ഇഹാമുത്രഫലങ്ങളും എല്ലാവിധ സമ്പൽ സമൃദ്ധിയും നല്ല മനസ്സും ഞാൻ കൊടുക്കും എന്നാണ് ഭഗവാൻ ഉദ്ധവരോട് പറഞ്ഞത്. എന്നിട്ടോ പൂന്തോട്ടം അമ്പലം ദേവപ്രതിഷ്ഠയും അതേവിധം പൂജയും മറ്റുമേർപ്പാടു ചെയ്വത് അത്യന്തമംഗളം. അല്ലേ? പൂന്തോട്ടം ഉണ്ടാക്കുക, അമ്പലം ഉണ്ടാക്കുക, ദേവപ്രതിഷ്ഠയും അതേവിധം പൂജയും മറ്റു മേർപ്പാട് ചെയ്വത് അത്യന്തമംഗളം എന്നാണ്. അങ്ങനെ ചെയ്യുന്നത് വളരെയധികം കൗശലാണ്, നന്ന. എന്നിട്ടോ ഉത്സവങ്ങൾ നടപ്പാനും പൂജാതി നിലനിൽപ്പിനും സമ്പത്തും ഇടവും മറ്റും നൽകുവോൻ അതിപ്രിയൻ. എല്ലാവരും പ്രിയനാണ്, പക്ഷെ അതിൽ അതിപ്രിയൻ ആരാ? ദാനധർമ്മങ്ങൾ ചെയ്യുന്നവൻ, ഉത്സവാദികൾക്ക്. എന്നിട്ടോ പ്രതിഷ്ഠയാൽ മഹാരാജം ക്ഷേത്രത്താൽ 3 ലോകവും ഉണ്ടാം പൂജാതിയാൽ ബ്രഹ്മലോകം 3 എൻ പദം. 3 എൻ പദം ഭഗവത് പാദാരവിന്ദത്തിൽ സ്ഥാനം കൽപ്പിച്ച് കിട്ടും നമുക്ക്. എന്നിട്ട് പറയണു, യാതൊന്നും ആഗ്രഹിക്കാതെ എൻ ചരണാംബുജ സേവനം ഹരേത് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ആ 31-ാമത്തെ ശ്ലോകം. യാതൊന്നും ആഗ്രഹിക്കാതെ എൻ ചരണാംബുജ സേവനം മതിയെന്നോർത്ത് ഉപാസിക്കുന്നവൻ അടിമയാണു ഞാൻ ചില ഭക്തന്മാർക്ക് അടിമയാണ് എന്ന് ഭഗവാൻ ഉദ്ധവരോട് പറഞ്ഞു. ആരുടെ എന്നാ പറഞ്ഞത്? യാതൊന്നും ആഗ്രഹിക്കാതെ എൻ ചരണാംബുജ സേവനം മതി എന്നോർത്ത് വാസിക്കുന്നവൻ അടിമയാണു ഞാൻ. ആര്? ഭഗവാൻ നമ്മുടെ അടിമയാവുന്നാണ് പറഞ്ഞത്. എന്നിട്ടോ ആവിധം തന്നെ ദേവബ്രാഹ്മണർക്കർപ്പിച്ചതാം ധനം, ആവിധം തന്നെ ദേവന്മാർക്കും ബ്രാഹ്മണർക്കും അർപ്പിച്ചതുമായ സമ്പത്ത് കൈ കൊണ്ടുപോകിൽ കൃമിയായി തീരും 1000 ആണ്ടുകൾ. 1000 വർഷം കൃമിയായിട്ട് ജീവിക്കേണ്ടി വരുന്ന പറഞ്ഞത്. ഇനി അതിൽ അവസാനത്തെ ശ്ലോകം. സർവ്യാജഭാവത്തോടും ദേവകാര്യം സർവവ്യാജമൊന്നുമല്ല, വ്യാജമല്ലാണ്ട് ഭാവത്തോടു ദേവകാര്യം നടത്തുവോൻ പ്രേരണ നൽകിയിടുന്നോൻ കൊണ്ടാടുവോൻ എന്നിവർ തക്കവണ്ണം മേന്മേൽ അണഞ്ഞിടും അനന്തപുണ്യം. അനന്തപുണ്യത്തിന് പാത്രീഭൂതരാവാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്ന പറഞ്ഞത്. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ഉപാസനാകാണ്ഡേ ചതുർഷഷ്ടി തമസർഗ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന എന്ന് സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.